Hello everyone, this is Tarun Jagdish. Friends, കഴിഞ്ഞ കൊല്ലം കൊറോണ വൈറസ് വന്നതിന് ശേഷം ഒരുപാട് ബിസിനസ്സസും ഇ കോമേഴ്സ് ഓപ്പറേഷൻസിലോട്ട് മാറിയിട്ടുണ്ട്. ചിലവരൊക്കെ ഇ കോമേഴ്സ് ഓപ്പറേഷൻസിൽ ടൈപ്പ് ചെയ്തിട്ട് ഓൺലൈൻ വഴി അവരുടെ പ്രോഡക്ട്സ് വിൽക്കുന്നു. ചിലവർ സ്വന്തമായിട്ട് അവരുടേതായ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞ കുറച്ച് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും അത് കൂടാതെ ഇന്ന് കേരളത്തിൽ തന്നെ ഒരുപാട് പുതിയ ഇ കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്മോൾ ബിസിനസ് എന്റർപ്രണേഴ്സ് ഇ കോമേഴ്സ് ഓപ്പറേഷൻസിലോട്ട് ഇറങ്ങുമ്പോൾ അതിൽ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ആൾക്കാർ ഫേസ് ചെയ്യുന്നത്. അതിന്റെ ഒരു സൊല്യൂഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ തരാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, ഇ കോമേഴ്സ് ഓപ്പറേറ്ററിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് ആപ്പ് വഴി സാധനങ്ങൾ വാങ്ങാം, സാധനങ്ങൾ വിൽക്കാം. അതിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും സെയിൽ ചെയ്യാം, എത്ര സ്കെയിലപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൽ വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ് അക്കൗണ്ടിങ്. നമ്മൾക്ക് കറക്റ്റായ ഒരു അക്കൗണ്ടിങ് പ്രാക്ടീസ്, ഒരു നല്ലൊരു അക്കൗണ്ടിങ് സിസ്റ്റം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റില്ല. സെയിൽ ചെയ്യുകയാണെങ്കിലും അതിന്റെ കണക്ക് കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവസാനം നിങ്ങളുടെ കമ്പനി എവിടേക്ക് നീങ്ങുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന ഫണ്ട് കിട്ടിയിട്ടുണ്ടോ, കൊടുക്കേണ്ട പാർട്ടീസിന് കറക്റ്റായിട്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ടോ, ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ക്യാഷ് മിസ്മാനേജ്മെന്റ് കാരണം ഒരുപാട് എന്റർപ്രണേഴ്സ് ഫെയിലിയർ ആയിട്ട് മാറുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് കുറച്ച് സിമ്പിൾ ടിപ്സ് ആണ്. ഒരു ഇ കോമേഴ്സ് ഓപ്പറേറ്റർക്ക് എങ്ങനെ അവരുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ മുമ്പോട്ടേക്ക് നീങ്ങാം. പോയിന്റ് നമ്പർ 1, the success or failure of e-commerce depends on the way it is managed. നിങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം വെച്ചിട്ടാണ് നിങ്ങളുടെ കമ്പനി വിജയിക്കുന്ന ഒരു കമ്പനിയാണോ അല്ലെങ്കിൽ തോൽക്കുന്ന ഒരു കമ്പനിയാണോ എന്ന് തീരുമാനിക്കുന്നത്. നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് എന്റർപ്രണേഴ്സ് നിങ്ങൾക്ക് ആ കമ്പനിയിൽ സമയം ചെലവാക്കേണ്ട ആവശ്യമില്ല. ആ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി റൺ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മാത്രം മതി, അത് മുകളിൽ കൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി. സോ പ്ലീസ് ബിൽഡ് എ വെരി വെരി സ്ട്രോങ് സിസ്റ്റം so that the business moves on its own and you are free to grow your business. Accounting നമ്മൾ ഒരിക്കലും ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അക്കൗണ്ടൻസിന് മാത്രം വെച്ചുകൊണ്ട് ചെയ്യരുത്. അക്കൗണ്ടൻസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അത് വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷേ ഓൺലൈനിൽ ഓൾറെഡി കസ്റ്റമേഴ്സ് വാങ്ങുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ഈ പ്രോസസ് എന്തായാലും ഓൺലൈനിൽ നടക്കുമ്പോൾ അതിന്റെ അക്കൗണ്ട്സ് ആയിട്ട് ഇന്റഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെയിൽ നടക്കുന്നു, അത് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ട്സിൽ ബുക്കായി വരുന്നു. പർച്ചേസ് വരുന്നു, ഓട്ടോമാറ്റിക്കലി ബുക്കായി വരുന്നു. മെയിൻ തലവേദന ഈ സെയിൽ ആൻഡ് പർച്ചേസിലാണ് കിടക്കുന്നത്. ഇത് രണ്ടും ക്ലിയർ കട്ട് ആയിട്ട് നമ്മുടെ ഒരു പ്രോസസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്ന റൂട്ടീൻ എക്സ്പെൻസസ് ഒക്കെ അക്കൗണ്ടൻസിന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ഫോർ എക്സാമ്പിൾ മാസം അവസാനമാകുമ്പോൾ റെന്റ് അടയ്ക്കണം, അതേപോലെ സാലറീസ് പേ ചെയ്യണം, അങ്ങനെ ഒരുപാട് നോൺ റൂട്ടീൻ എക്സ്പെൻസ് വരുമ്പോൾ മാത്രമേ നമുക്ക് അക്കൗണ്ടൻസിന്റെ സപ്പോർട്ട് വേണ്ടി വരുള്ളൂ. ബാക്കിയെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വളരെ ക്ലിയർ കട്ട് ആയിട്ട് പോയിരിക്കും. അത് മാത്രമല്ല GST റിട്ടേൺസ് ഒരുപാട് ഇ കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ചെയ്യുന്നത് മാനുവലി ഇരുന്ന് സെയിലും പർച്ചേസും എടുത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺസ് മിസ്റ്റേക്ക് വരുന്ന സംശയമില്ല. മിസ്റ്റേക്സ് വന്നാൽ പെനാൾട്ടി വരും. പെനാൾട്ടി വന്നാൽ പിന്നെ ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. ആ പെനാൾട്ടിയുടെ ബാക്കിൽ ഓടാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഇൻസ്റ്റെഡ് നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ സെയിലും വരുന്നു, GST വരുന്നു, പർച്ചേസും വരുന്നു, അതിന്റെ ഇൻക്ലൂഡ് GST വരുന്നു. ഓട്ടോമാറ്റിക്കലി ടാക്സ് പേയ്മെന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ബിസിനസ്സിൽ ഇത് ബുദ്ധിമുട്ടായിട്ട് മാറും. ഇത് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദിസ് വേ ദ ഓപ്പറേഷൻസ് വിൽ ബിക്കം സ്മൂത്ത് ആൻഡ് യുവർ കമ്പനി വിൽ ഗ്രോ 10x. നല്ലൊരു ഗ്രോത്ത് ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുക. ഈ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇ കോമേഴ്സ് ഓപ്പറേറ്റർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് വളരെ ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ആമസോൺ, അവരുടെ പ്രോഡക്റ്റ് എല്ലാം അവർ വെക്കുന്നത് ഇവിടെ ഒരു സെല്ലർ ഉണ്ടാവും. ഈ സെല്ലറിന്റെ പ്രോഡക്റ്റ് ആണ് ആമസോൺ സെയിൽ ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ഒരു കസ്റ്റമർ ഓൺലൈൻ വന്ന് ആമസോണിൽ വന്നൊരു സാധനം വാങ്ങുമ്പോൾ ഈ കസ്റ്റമർ എന്ത് ചെയ്യും, 105 രൂപ ഇങ്ങോട്ടേക്ക് കൊടുത്തു. അതിന്റെ പകരം ഇവിടെ എന്ത് ചെയ്യുന്നു, സെയിൽ ബില്ലാണ് റേസ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സെയിൽ ബിൽ ആമസോണിന്റെ സെയിൽ ബിൽ അല്ല, ഈ സെല്ലറിന്റെ സെയിൽ ബില്ലാണ് ഇ കോമേഴ്സ് ഓപ്പറേറ്റർ കൊടുക്കുന്നത്. അതിന് സെൽ 100+5 എന്ന് പറഞ്ഞാൽ 100 രൂപ ബില്ലും 5 രൂപയാണ് എന്തായിട്ട് വരുന്നത്, GST ആയിട്ട് വരുന്നത്. ടോട്ടൽ എത്ര വരുന്നത്, 105. ഈ ആമസോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇ കോമേഴ്സ് ഓപ്പറേറ്റർ 105 കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, അവരുടെ കമ്മീഷൻ കുറയ്ക്കണം. ഇ കോമേഴ്സ് ഓപ്പറേറ്റർക്ക് വരുന്ന ആദ്യത്തെ റവന്യൂ എന്താണ്, ഈ കമ്മീഷൻ മാത്രമാണ്. കമ്മീഷൻ കുറയ്ക്കണം. കമ്മീഷൻ കുറച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ആ കമ്മീഷന് കൊണ്ട് ഒരു GST ഉണ്ടാവും. ഈ GSTയുടെ ഇൻപുട്ട് ഈ സെല്ലർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. TCS 1% ഡിഡക്ട് ചെയ്തിട്ട് ഗവൺമെന്റിലോട്ട് GST ആയിട്ട് അടയ്ക്കണം. അതിന്റെ ക്രെഡിറ്റും സെല്ലർക്ക് GSTയിൽ കിട്ടും. TDS 1% ഡിഡക്ട് ചെയ്യണം.
അത് ഇൻകം ടാക്സിൽ പോയിട്ട് അതിന്റെ റീഫണ്ടും കിട്ടും. ഇതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ആകെ സെല്ലറിന് കൊടുക്കാൻ പോകുന്ന എമൗണ്ട് എത്രയായിരിക്കും? 91.2 റുപ്പീസ് ആയിരിക്കും. സെല്ലർക്ക് 91.2 കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഈ 5 രൂപ GST ഗവൺമെന്റിനോട് അടയ്ക്കണം. അതിന്റെ അഗേൻസ്റ്റ് അവർക്ക് ഈ 1.8 ഇൻപുട്ട് ക്ലെയിം ചെയ്യാം, ഈ 1 റുപ്പിയുടെ TCS കൂടി ക്ലെയിം ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാനുവലായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. അതിന് വേണ്ടത് ഒരു നല്ല സ്ട്രോങ് സിസ്റ്റം, നല്ല ഒരു ക്യാഷ് സിസ്റ്റം, നല്ല ഒരു ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം, നല്ല ഒരു ഡേറ്റാസ് മാനേജ്മെന്റ് സിസ്റ്റം, നല്ല ഒരു ഓൺലൈൻ സിസ്റ്റം, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസിന്റെ സിസ്റ്റം സ്ട്രോങ് ആയി. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബിസിനസിനെ വലുതാക്കാൻ വേണ്ടി ശ്രമിക്കാം. ബിസിനസ് വലുതാവുന്നതോറും നിങ്ങൾക്ക് ലാഭം കൂട്ടാം and you can grow 10x. I hope this video was helpful to all of you friends. Thank you so much.